എന്തിനാണ് ശിവൻ വിഷ്ണുവിന്റെ നെഞ്ചിൽ ത്രിശൂലം കുത്തിയിറക്കിയത് എന്ന് അറിയാമോ? പ്രപഞ്ചത്തിന്റെ തുടക്കത്തിൽ തന്നെ ആദിശക്തി പരമേശ്വരനിൽ നിന്ന് വേർപിരിഞ്ഞു. ഇതിൽ വളരെയധികം ദുഃഖിതനായ ശിവൻ തന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും മാറ്റിവെച്ച് ആഴത്തിലുള്ള ധ്യാനാവസ്ഥയിലേക്ക് പ്രവേശിച്ചു. എല്ലാ ജീവജാലങ്ങളുടെയും നാഥനാണ് ശിവൻ. ഒരു ജീവജാലത്തിനും സംഭവിക്കുന്ന ഏതൊരു കഷ്ടപ്പാടും മഹാദേവൻ സഹിക്കാൻ കഴിയില്ല. മഹാവിഷ്ണുവിന് ഈ വസ്തുത നന്നായി അറിയാമായിരുന്നു. അതിനാൽ തന്റെ സ്വർഗീയ വാഹനമായ ഗരുഡനെ വിളിച്ച് ഈ ലോകത്തിലെ എല്ലാ സർപ്പങ്ങളെയും വേട്ടയാടാൻ അദ്ദേഹം കൽപ്പിച്ചു. ഈ കൽപ്പന അനുസരിച്ചുകൊണ്ട് ഗരുഡൻ സർപ്പങ്ങളുടെ രാജാവായ വാസുകിയെ ആക്രമിച്ചു. ഇരുവരും തമ്മിൽ ഒരു ഘോരയുദ്ധം നടന്നു. ഒടുവിൽ പരാജയത്തിന്റെ വക്കിലെത്തിയ വാസുകി വിളിച്ചു പറഞ്ഞു, അല്ലയോ മഹാദേവ, എന്നെ രക്ഷിച്ചാലും. ആ നിലവിളി കേട്ട് മഹാദേവൻ തപസ്സിൽ നിന്നും ഉണർന്നു. മഹാദേവൻ ഉടനെ സ്ഥലത്തെത്തി. വാസുകിയെ വിട്ടേക്കാൻ ഗരുഡൻ കർശന മുന്നറിയിപ്പ് നൽകി. എന്നോട് ക്ഷമിച്ചാലും മഹാദേവ, ഇത് എന്റെ ഭഗവാൻ വിഷ്ണുവിന്റെ നേരിട്ടുള്ള കൽപ്പനയാണ്, അതിനാൽ എനിക്ക് ചെയ്തേ പറ്റൂ. ഇത് കേട്ടപ്പോൾ കോപാകുലനായ ശിവൻ ഗരുഡനെ നശിപ്പിക്കാൻ തയ്യാറായി. ഗരുഡൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ വിഷ്ണു തന്നെ ശിവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ ഉഗ്രകോപത്തിൽ ആയിരുന്ന മഹാദേവൻ വിഷ്ണുവിന്റെ വാക്കുകൾ കേൾക്കാൻ തയ്യാറായില്ല. അങ്ങനെ ശിവനും വിഷ്ണുവും തമ്മിൽ ഒരു ഉഗ്രമായ യുദ്ധം ആരംഭിച്ചു. യുദ്ധത്തിനിടയിൽ കോപാകുലനായ ശിവൻ തന്റെ ത്രിശൂലം വിഷ്ണുവിന്റെ നെഞ്ചിലേക്ക് കുത്തി ഇറക്കി. വിഷ്ണു ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല. വിഷ്ണുവിന്റെ അവസ്ഥ കണ്ടയുടനെ ശിവൻ ശാന്തനായി. മഹാദേവ, എനിക്ക് അങ്ങയുടെ വേദന മനസ്സിലാവും. എന്നാൽ ഈ ലോകത്തിന് മഹാദേവനെ ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങ് ഇല്ലാതെ ഈ ലോകത്തിന് നിലനിൽപ്പില്ല. അങ്ങയെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ഞാൻ ഈ നാടകം എല്ലാം കളിച്ചത്. ഇപ്പോൾ അങ്ങ് വന്നു, എനിക്ക് സന്തോഷമായി. ഇത് കേട്ടതും മഹാദേവൻ താൻ ചെയ്തു പോയ തെറ്റ് മനസ്സിലായി. ഉടനെ അദ്ദേഹം വിഷ്ണുവിനെ സുഖപ്പെടുത്തി താൻ ചെയ്ത പ്രവൃത്തിക്ക് ക്ഷമാപണം നടത്തുകയും ചെയ്തു. നിങ്ങൾക്ക് മഹാവിഷ്ണുവിനെയാണോ അതോ മഹാദേവനെയാണോ കൂടുതൽ ഇഷ്ടം? കമന്റിൽ പറയൂ.